കേരളത്തിൽ അച്ഛന്മാരുടെ അടുത്ത് മുട്ടുകുത്തുന്നത് സോഷ്യൽ മീഡിയക്കാർ പറയുന്നില്ലേ, അച്ഛനും ഭാവിയ, മെത്രാനും ഭാവിയ, മാർപ്പാപ്പയും ഭാവിയ. ഭാവിയായ നമ്മൾ എങ്ങനെയാ ഭാവിയായ അച്ഛന്റെ അടുത്ത് പോകുന്നത്? എടാ പൊട്ടച്ചിറക്ക, അച്ഛന്റെ വിശുദ്ധി കൊണ്ടല്ലടാ മോനെ നിന്റെ പാപം മോചിക്കുന്നത്. അച്ഛന്റെ വിശുദ്ധി കൊണ്ടല്ല ബലിയർപ്പിക്കുന്നത്. ഏത് പുരോഹിതൻ 10 പ്രമാണം ലംഘിച്ച മാരകഭാവിയ ഒരു പുരോഹിതൻ, സഭ അനുവദിക്കുന്ന ഒരു പുരോഹിതൻ കുർബാനക്കുപ്പായം അണിഞ്ഞ് അന്നാ പെസക തിരുനാളെന്ന് പറഞ്ഞാൽ ആ അച്ഛന്റെ കയ്യിലേക്ക് ഈശോ വന്നിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി കുമ്പസാരക്കൂട്ടിൽ ഇരുന്നാൽ പാപം മോചിക്കുവോ? വക്കപ്പിന്റെ ബില്ല് പാസ്സാക്കാൻ പറ്റും, പക്ഷെ പാപം മോചിക്കാൻ പറ്റില്ല. ദൈവമക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സിസ്റ്റർമാരിപ്പുണ്ട്, അൽഫോൺസാമയെ കൊണ്ട് കുമ്പസാരക്കൂട്ടിലിരുത്തിയാൽ പാപം മോചിക്കാൻ പറ്റുമോ? അൽമായിൽ ഒത്തിരി ധ്യാന ഗുരുക്കന്മാർ കേരളത്തിലുണ്ട്. സന്തോഷ് കരിമത്ര ബ്രദറുണ്ട്, ഷെവലിയർ ബെന്നി പുന്നത്ര സാറുണ്ട്, അല്ലെ, സാബു അറുതൊട്ടി ബ്രദറുണ്ട്, ആന്റണി മുക്കാടൻ ബ്രദറുണ്ട്. ഞങ്ങൾ എല്ലാം കൂടെ പോയി കുമ്പസാരക്കൂട്ടി ഇരുന്ന പാവം മോചിക്കാൻ പറ്റുമോ? പറ്റുമോ? അമ്മ ത്രസ ഇരുന്ന പറ്റുമോ? മാതാവ് ഇരുന്ന പറ്റുമോ? ഇല്ല. പരിശുദ്ധ അമ്മയ്ക്ക് പാപം മോചിക്കാൻ അധികാരമില്ലാത്ത സ്ഥാനത്താണ് പാപിയും ബലഹീനനുമായ പുരോഹിതൻ. അതുകൊണ്ട് ആന്റണി ബ്രദർ പറഞ്ഞത്, എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. അറിയാവോ, ഒരു പുരോഹിതൻ എത്ര കുറവുള്ള അച്ഛനാണെങ്കിലും ശരി, ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു പറയുമ്പോൾ അത് അച്ഛന്റെ വിശുദ്ധി കൊണ്ടല്ല, ദൈവം സഭയ്ക്ക് കൈമാറ്റം ചെയ്ത പൗരോഹിത്യമെന്ന കൃപ കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ തിരുനാള് നടത്തിയാലും ഇവിടെ നിന്ന് കുരിശെടുത്തോണ്ട് നിങ്ങളൊരു ഭ്രൂണഗത്ത് ചെയ്തു, ബ്രദർ കുറെ പ്രസംഗിച്ചോണ്ട് ഞാനത് പറയാത്തത്. നിങ്ങളൊരു കുഞ്ഞിനെ കൊന്നു ഭ്രൂണഗത്ത് ചെയ്തതിന് പരിഹാരമായിട്ട് ഒരു കാര്യം ആരും അറിയാതെ മറ്റക്കര പള്ളിയുടെ തിരുമുറ്റത്ത് നിന്ന് 50 അടി 50 കിലോ തൂക്കമുള്ള കുരിശും ചുവന്നുകൊണ്ട് നട്ടുച്ച വെയിലത്ത് നടന്ന് മലയാറ്റൂര് കയറിയാലും മോളെ നിന്റെ പാപം മോചിക്കില്ല. നീ ഭ്രൂണഗത്ത് ചെയ്തിട്ട് മറ്റക്കര ഗീവർഗീസ് സഹദായുടെ കല്ലിട്ടവർ തിരുനാളിന് നിങ്ങള് ഈ സമ്പത്ത് മുഴുവൻ കൊടുത്ത് തിരുനാൾ ആഘോഷം നടത്തിയാലും നിന്റെ പാപം മോചിക്കില്ല. നീ ലോകം മുഴുവൻ ആൾക്കാർക്ക് നവജീവൻ ട്രസ്റ്റിന് കൊണ്ടുപോയി കൊടുത്ത് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ തോമസ് ഏട്ടാ എന്ന് പറഞ്ഞ് കാശ് കൊടുത്താലും നിന്റെ പാപത്തിന് പരിഹാരമാകില്ല. നിന്റെ പാപം മോചിക്കണമെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തിയാൽ മാത്രമേ പാപം മോചിക്കപ്പെടത്തുള്ളൂ. രാവും പകലുമില്ലാതെ ഓടി നടക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യം ഞാൻ പറയാം. എന്നെ പോലൊരു മാരക പാപിയെ 2001 വീണ്ടെടുത്ത് കുമ്പസാരക്കൂടിന്റെ മറവിൽ നാണം കെട്ട് എന്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23 മുതൽ വാക്യങ്ങളിൽ ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്ന പറഞ്ഞ് ഒരു പുരോഹിതൻ ഈശോയുടെ സ്ഥാനത്ത് നിന്ന് പാപം മോചിച്ച സമയത്ത് ഞാൻ ഇതുവരെ ചെയ്തു കൂട്ടിയ സകല പാപക്കറകളും കർത്താവിന്റെ തങ്കച്ചോരയാൽ കഴുകിക്കളഞ്ഞ ഏറ്റവും വലിയ ഡെലിവറൻസിന്റെ കൂദാശയാണ്. അവിടെ പണം ഉണ്ടെന്ന പേര് ബിഷപ്പിനോട് ബന്ധമുണ്ട്, എനിക്ക് പ്രധാനമന്ത്രിയോട് ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയോട് ബന്ധമുണ്ട്, MP-യോട് ബന്ധമുണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് എസ്റ്റേറ്റ് ഉണ്ട്, എന്റെ മക്കൾ അമേരിക്കയിലാ, എന്റെ മക്കൾ ഓസ്ട്രേലിയയിലാ, എനിക്ക് 2 നില വീടുണ്ട്, എന്റെ പേരിൽ സ്വത്തുണ്ട്, പുട്ടുകുറ്റി പോലെ വളയുണ്ട്. ചേട്ടത്തി അത് ഇരിക്കത്തേ ഉള്ളൂ. സ്വർഗത്തിൽ കയറണ വിശുദ്ധി വേണം. ഹല്ലേലൂയ പറഞ്ഞേ. പണത്തിന് മാർക്കറ്റ് നോക്കിയിട്ടല്ല. ഇടവേ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ 2 പേര് പള്ളി വന്നു, അല്ലേ? 2 പേര് പള്ളി വന്നപ്പോ ഒരുത്തൻ പ്രാർത്ഥനക്കാരനാ. അവൻ നിന്നിട്ടാ പ്രാർത്ഥിച്ചത്. കർത്താവെ ഞാൻ അത് ചെയ്തു, ദശാംശം കൊടുത്തു, സ്വത്രക്കാഴ്ച കൊടുത്തു, കൊടിമരം പണിതു. നമ്മൾ അങ്ങനെയാണല്ലോ. ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പേരെഴുതി വെക്കും. ഒലക്കുമൂട്ടിൽ ഉലകന്നാൻ വക ഫാൻ, ചക്കമൂട്ടി ചാക്കോച്ചം വര എന്നാ പള്ളിയുടെ മോണ്ടലത്തിലെ കഥക്. തട്ടിപ്പോയി കഴിയുമ്പോ ഈ ചേട്ടന്റെ ഫാനോട് കൊണ്ട് അടിച്ചിട്ടേരെ അയാൾ രാത്രി മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതിലൊന്നും അല്ല കാര്യം. 2 പേര് പ്രാർത്ഥിക്കാൻ വന്നു. ഒരാൾ എന്നാ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ അത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു, നവജീവന് കുറെ കാശ് കൊടുത്തു, ഞാൻ വലിയ പുള്ളിയാ. പാവപ്പെട്ട ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാ, കർത്താവേ ഞാൻ കൊള്ളരുതാത്തവനാ. ആരുടെ പ്രാർത്ഥന ദൈവം കേട്ടത്?
അതുകൊണ്ട് ഈശോ പറഞ്ഞത്, അനുതപിക്കുന്ന പാപി ഓർത്ത് ആര് സന്തോഷിക്കും? പറഞ്ഞോ. ദേവാലയത്തിന്റെ ഭണ്ഡാര സ്ഥലത്തിരുന്ന് ഈശോ മിശിഹ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാശുള്ള അമേരിക്കൻ കത്തോലിക്കര്, ജർമ്മൻ കത്തോലിക്കര്, പിന്നെ ആരാ, ഓസ്ട്രേലിയൻ കത്തോലിക്കര്, മെൽബൺ കത്തോലിക്കര്. അവര് പെരുന്നാളിന് വളയൊക്കെ ഇട്ടോണ്ട് ആണുങ്ങൾ വരും. ചിലരങ്ങനെയാണല്ലോ, കുട്ടിനിക്കറൊക്കെ ഇട്ടോണ്ട് വരും പെരുന്നാളിന്. ചുമ്മാ ഇങ്ങനെ നടന്ന ആൾക്കാരാ. പണ്ടൊരു വരവൻ അവന്റെ മകൻ എവിടെ പോയി? ഗൾഫിന് പോയി. അപ്പം തെങ്ങ കയറി ജീവിച്ചവനാ. അവൻ തിരിച്ചു വന്നിട്ട് എന്തുവാ? ചിലർക്ക് അങ്ങനെയാ, ചിലർക്ക് ഭാഷ മാറും. അവന്റെ മുതുകത്തിനിട്ട് ഒരൊറ്റ ഒലക്ക വെച്ചടിച്ചാൽ അവൻ ആദ്യം പറയുന്നത് പാട്ടീസ് എന്നല്ല, അമ്മയെന്നാര് പറയുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, നന്നായിട്ട് പറഞ്ഞ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. മറക്കരുത്, വന്ന വഴി മറക്കരുത്, വളർത്തിയ ദൈവത്തെ മറക്കരുത്, വളർത്തിയ സഭയെ മറക്കരുത്. അറിയാവോ, നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ കുറച്ച് ദേവാലയ ഭണ്ഡാരത്തിൽ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒത്തിരി പേര് കാശിട്ടു. ടെസ്റ്റ് നോക്കിയാണ് ആരാ ഇട്ടത്. 1 ലക്ഷം രൂപ ചക്ക്, 5 ലക്ഷം രൂപ ചക്ക്, 10 ലക്ഷം ചക്ക്. കൊള്ളാം. അപ്പോഴാ പാവപ്പെട്ട ഇടവകയിൽ ഒരു വല്യമ്മച്ചി, ഒന്നുമില്ല, കെട്ടിയവനും മരിച്ചു, മക്കളും പോയി, നാട്ടുകാരുടെ ഭാഷയിൽ നിൽക്കുക, ഒന്നുമില്ല, റേഷനരി മേടിക്കാൻ നിവർത്തിയില്ല, പള്ളിക്കാരെ കൊടുത്തോണ്ടിരിക്കുന്നു. ആ ചേടത്തി പള്ളിക്ക് ദശാംശം കൊടുത്ത ചങ്ക് വറച്ചു കൊടുത്തു. ഇവിടെ 1 കോടി കൊടുത്ത അമേരിക്കൻ ജ്ഞാനായ കത്തോലിക്കരെക്കാളും ദൈവസന്നിധി വിലയുള്ളത് മറ്റക്കരയിൽ 10 രൂപ ഇട്ട ആ വിധവ ജ്ഞാനായ അമ്മയ്ക്കാ. അതാണ് കർത്താവ്. അതുകൊണ്ട് ആ കർത്താവ് ഹൃദയം നോക്കിയ ഞാനിട്ടിരിക്കുന്ന നിങ്ങളിട്ട ഡ്രസ്സ് നോക്കിയിട്ടല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഹൃദയം നുറുങ്ങിയവർക്ക്, സങ്കീർത്തനം 34:18, ഹൃദയം നുറങ്ങും. നാളെ ഹൃദയം നുറങ്ങണം. ഞാൻ പാപിയാ, എനിക്കിത് പറയാൻ യോഗ്യതയില്ലാത്തവനാ. ഒരു പക്ഷേ ഈ ഇടവകയിലുള്ള 300 കുടുംബത്തിലെ കുടുംബനാഥനേക്കാളും സകല പ്രമാണം ലംഘിച്ച് നടന്ന ഒരു മാരക പാപിയ. എന്നാൽ എന്റെ അപ്പന്റെ കരുണ എന്നോട് പലരും ചോദിക്കും, തോമസേ രാവും പകലും റെസ്റ്റ് ഇല്ലാതെ പ്രസംഗിക്കുക, ഞാനൊരു വീട് പണിതുകൊണ്ടിരിക്കുക, ആ വീട്ട് പണിയുന്നിടത്ത് പോകാൻ പോലും സമയമില്ല, വീട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെ പണിയാൻ നോക്കിക്കൊണ്ടിരുന്ന സുവിശേഷ വേല ചെയ്യാൻ ആളില്ല, രാവും പകലും ഓടി നടക്കുക. ഇനിയിപ്പോ ഏകദേശം ജൂൺ മാസം ആകുമ്പോൾ 1-2 ദിവസമുള്ളൂ ഫ്രീ. മുഴുവൻ സമയം ഓടി 25ാമത്തെ വർഷമായി. ഈ മുഴുവൻ സമയം രാവും പകലും ഇല്ലാതെ ഓടി നടക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യം ഞാൻ പറയാം. എന്നെ പോലൊരു മാരക പാപിയെ 2001 വീണ്ടെടുത്ത് കുമ്പസാരക്കൂടിന്റെ മറവിൽ നാണം കെട്ട് എന്റെ പാപം ഏറ്റുപറഞ്ഞപ്പോൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23 മുതൽ വാക്യങ്ങളിൽ ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്ന പറഞ്ഞ് ഒരു പുരോഹിതൻ ഈശോയുടെ സ്ഥാനത്ത് നിന്ന് പാപം മോചിച്ച സമയത്ത് ഞാൻ ഇതുവരെ ചെയ്തു കൂട്ടിയ സകല പാപക്കറകളും കർത്താവിന്റെ തങ്കച്ചോരയാൽ കഴുകിക്കളഞ്ഞ ഏറ്റവും വലിയ ഡെലിവറൻസിന്റെ കൂദാശയാണ് കുമ്പസാരം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള് ശ്രദ്ധിച്ചോണം. നിങ്ങൾ തിരുനാള് നടത്തിയാലും ഇവിടെ നിന്ന് കുരിശെടുത്തോണ്ട് നിങ്ങളൊരു ഭ്രൂണഗത്തി ചെയ്തു, ബ്രദർ കുറെ പ്രസംഗിച്ചോണ്ട് ഞാനത് പറയാത്തത്. നിങ്ങളൊരു കുഞ്ഞിനെ കൊന്നു ഭ്രൂണഹത്യ ചെയ്തതിന് പരിഹാരമായിട്ട് ഒരു കാര്യം ആരും അറിയാതെ മറ്റക്കര പള്ളിയുടെ തിരുമുറ്റത്ത് നിന്ന് 50 അടി 50 കിലോ തൂക്കമുള്ള കുരിശും ചുവന്നുകൊണ്ട് നട്ടുച്ച വെയിലത്ത് നടന്ന് മലയാറ്റൂര് കയറിയാലും മോളെ നിന്റെ പാപം മോചിക്കില്ല. നീ ഭ്രൂണഹത്യ ചെയ്തിട്ട് മറ്റക്കര ഗീവർഗീസ് സഹദായുടെ കല്ലിട്ട തിരുനാളിന് നിങ്ങള് പോയി സമ്പത്ത് മുഴുവൻ കൊടുത്ത് തിരുനാൾ ആഘോഷം നടത്തിയാലും നിന്റെ പാപം മോചിക്കില്ല. നീ ലോകം മുഴുവൻ ആൾക്കാർക്ക് നവജീവൻ ട്രസ്റ്റിന് കൊണ്ടുപോയി കൊടുത്ത് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ തോമസ് ഏട്ടാ എന്ന് പറഞ്ഞ് കാശ് കൊടുത്താലും നിന്റെ പാപത്തിന് പരിഹാരമാകില്ല. നിന്റെ പാപം മോചിക്കണമെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തിയാൽ മാത്രമേ പാപം മോചിക്കപ്പെടത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? ഇല്ല, അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോ മനസ്സിലാവും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. കുമ്പസാരത്തിന്റെ വില പഠിക്കണം. അത് മാത്രം പറഞ്ഞ് 8 കാലം 9 കാലം കഴിയുമ്പോ നമ്മൾ ആരാധനയിലേക്ക് വരും.
അറിയാവോ ഏറ്റവും വലിയ കൂദാശ ഏതാ? കുഞ്ഞുങ്ങളെ പറഞ്ഞ ഏറ്റവും വലിയ കൂദാശ ഏതാ? അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മക്കളൊക്കെ ഇങ്ങനെ നിലത്തിരിക്കണം. വീട്ടിൽ കസേരയിലല്ലേ ഇരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ നേരം നിലത്തിരുന്ന് പഠിക്കണം കേട്ടോ. അമ്മമാരെ പിള്ളേരൊക്കെ നിലത്തിരുത്തണം. പിള്ളേർക്ക് വല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവോ? ഒന്നും അറിയത്തില്ല. കെട്ടിയവന്റെ കാര്യം കഷ്ടപ്പാലം. പഠിപ്പിക്കണം. ഒന്നേ ഉള്ളതിൽ ഓലൊക്കെ വെച്ച് അടിച്ച് പഠിപ്പിച്ചോണം. ചുമ്മാ പറഞ്ഞാൽ ഈ നാട് നശിക്കാൻ കാരണം ഇപ്പൊ ഈ സിസ്റ്റേഴ്സിന്, അച്ഛന്മാർക്ക് ഒന്ന് തിരുത്താൻ പറ്റത്തില്ല. അപ്പന് മക്കളെ തിരുത്താൻ പറ്റത്തില്ല. തിരുത്തി കഴിഞ്ഞാൽ കൊച്ച 100 പിടിച്ച് അപ്പനെ കേസ് കൊടുക്കും. എന്ന് ഈ അധ്യാപകർ പിള്ളേരെ തല്ലാതിരുന്നു അന്ന് നശിച്ചു. അറിയോ, പണ്ടത്തെ അമ്മമാർ അടിക്കുമായിരുന്നു. എന്നൊക്കെ ശരിക്കും അടിക്കുമായിരുന്നു. ഇന്നൊന്നും ഒരെണ്ണം അടിക്കത്തില്ല. അടിച്ച് പിള്ളേരെ പഠിപ്പിക്കണം. എനിക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ ഈ പള്ളിയിൽ കിടന്ന് വേഷം കിട്ടുമ്പോൾ ഞാൻ വഴക്ക് പറയും. വഴക്ക് പറയണം. മതാധ്യാപകരൊക്കെ വഴക്ക് പറയണം. ആ കേസ് കൊടുക്കുകയാണ്, കേസ് കൊടുക്കട്ടെ. കേസ് കൊടുക്കുകയാണ്, കേസ് കൊടുക്കട്ടെ. അതിന്റെ പേര് ജയിലിൽ കിടക്കട്ടെ. പെണ്ണ് കേസിലോ മറ്റേ കേസിലോ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ നല്ല കുഞ്ഞുങ്ങളെ തിരുത്തിയതിന്റെ പേരിൽ കൊച്ചു കേസ് കൊടുത്താൽ ജയിലിൽ കിടന്നോട്ടെ. അതിന് കുഴപ്പമില്ലെന്നേ. കാരണം ശുദ്ധീകരണ സ്ഥല ദൈർഘ്യം കുറഞ്ഞോളും. ഹല്ലേലൂയ പറഞ്ഞേ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വലിയ കൂദാശ ഏതാ? ചിരിച്ചോണ്ടിരിക്കുന്നത്. എന്നെ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. എനിക്ക് 50 വയസ്സായി. കല്യാണം കഴിച്ചിട്ട് 19 വർഷമായി. 20 വർഷമാകുന്നു. പറഞ്ഞോ കൂദാശ ഏതാ? അമ്മമാര് പറയരുത്, തോക്കി കയറി വെടിവെക്കരുത്. കുഞ്ഞുങ്ങൾ പറയട്ടെ. 10 സിനിമാ പാട്ട് പാടാൻ പറഞ്ഞ് ചാടി ചാടി പറയും. പറഞ്ഞോ. എത്ര കൂദാശയുണ്ട്? 7. പറഞ്ഞു. ഒന്ന് കൂദാശയുടെ പേര് പറഞ്ഞേ. 1 പരിശുദ്ധ കുർബാന, കുമ്പസാരം, മാമോദിസ. ഓക്കെ. ഏറ്റവും വലിയ കൂദാശ ഏതാ? പരിശുദ്ധ കുർബാന. എന്നാ പരിശുദ്ധ കുർബാനയെക്കാളും പിശാച് ഭയപ്പെടുന്ന ഒരു കൂദാശയുണ്ട്. അതേതാ? കുമ്പസാരം. പരിശുദ്ധ കുർബാനയെക്കാളും പിശാച് ഭയപ്പെടുന്ന കൂദാശയാണ് കുമ്പസാരം. ഈശോ മിശിഹ അന്ത്യത്താഴ സമയത്ത് അപ്പം മുറിച്ച് അപ്പക്കഷണം ആർക്കാ കൊടുത്ത? ആദ്യം യോഹന്നാന്റെ സുവിശേഷം 19:27 മുതലുണ്ട്. 13:27 മുതൽ. എന്താ ആർക്കാ കൊടുത്ത്? യൂദാസ് കറിയാത്ത സ്വീകരിച്ചു. അവന്റെ അകത്തേക്ക് എന്ത് കേറി? പിശാച് കേറി. എന്ന് വെച്ചാൽ അയോഗ്യതയോടെ നീ കുർബാന സ്വീകരിച്ച നീ തളരും. യോഗ്യതയോടെ, നാളെ കുർബാനയെ കുറിച്ച് പറയും, യോഗ്യതയോടെ കുർബാന സ്വീകരിച്ചാൽ വളരും. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കൂദാശ പരിശുദ്ധ കുർബാനയാണെങ്കിലും ദുഷ്ട പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കൂദാശ എന്നറിയോ? വിശുദ്ധ കുമ്പസാരം. വിശുദ്ധ കുമ്പസാരത്തിന്റെ പ്രാധാന്യം വിശുദ്ധർക്ക് അറിയാമായിരുന്നു. അൽഫോൺസാമ്മ മാരകഭാവിയായിട്ടല്ല എല്ലാ ആഴ്ചയിലും കുമ്പസാരിച്ചത്. ഡെയിലി കുമ്പസാരിച്ച മാർപ്പാപ്പമാരുണ്ട്. ഇന്നും ശരീരം അഴുകാതിരിക്കുന്ന വിശുദ്ധ റീത്ത പുണ്യവതി ഡെയിലി കുമ്പസാരിക്കുമായിരുന്നു. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാൻ പോകും. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 26 വർഷം ഈ തിരുസഭയെ നയിച്ച മാർപ്പാപ്പ മാതാവിന്റെ പ്രിയപ്പെട്ട മകനല്ലേ. ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി, പെങ്ങള് മരിച്ചുപോയി, ജ്യേഷ്ഠൻ മരിച്ചുപോയി. 9 വയസ്സ് മുതൽ ഈ കുഞ്ഞിനെ വളർത്തുന്ന അപ്പനെ കുറിച്ച് ഈ മകൻ പറയുന്നത്, ഞാൻ ദിവ്യകാരുണ്യ ഭക്തി കിട്ടിയതും പൗരോഹിത്യം കിട്ടിയതും ജപമാല ചൊല്ലാൻ പഠിച്ചതും പള്ളി മുട്ടുകുത്താൻ പഠിച്ചതും അപ്പന്റെ ഭക്തിയാണ്. 21-ാമത്തെ വയസ്സിൽ അപ്പം മരിച്ചുപോയി. അന്ന് പോളണ്ടിൽ നിരീശ്വരവാദികൾ ഭരിക്കുക. 9 മണി കഴിയാതെ ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. 9 മണി വരെ അപ്പന്റെ മൃദുശരീരത്തിനരികിൽ മുട്ടുകുത്തി, മാതാവേ എന്റെ അമ്മ പോയി, ജ്യേഷ്ഠൻ പോയി, എനിക്കാരുമില്ലെന്ന് പറഞ്ഞ് അപ്പനെ അടക്കി ജീവിക്കാൻ വേണ്ടി പാറമടയിൽ പണിത് ഒരു ദിവസം തിരിച്ചു വരുന്ന സമയത്ത് ട്രക്കിടിച്ച് ബോധം കെട്ട് മരണാസനായി കിടക്കുക. ഈ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ അങ്ങകലെ മറ്റക്കര പള്ളിയുടെ നെറുകയില് വിശുദ്ധരുടെ രൂപമുള്ളതുപോലെ അങ്ങകലെ ഒരു കത്തോലിക്ക ദേവാലയത്തിന് നെറുകയില് പരിശുദ്ധ അമ്മ മാതാവിന്റെ രൂപം കണ്ടപ്പോൾ, മറിയമേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, അമ്മേ ഞാൻ അമ്മയിൽ ആശ്രയിക്കുന്ന പറഞ്ഞ് അമ്മയുടെ കരം പിടിച്ച് ജീവിച്ച് പിന്നീട് സെമിനാരി ചേർന്ന് 26 വർഷം നയിച്ച ഈ സഭയെ നയിച്ച മാർപ്പാപ്പ ഒരു ബുധനാഴ്ച ദിവസം പേപ്പൽ വാഹനത്തിൽ പോകുമ്പോൾ അലി മുഹമ്മദ് അഗ്ഗായ് എന്ന് പറയുന്ന ഇസ്ലാമിക് തീവ്രവാദി ഷാർപ്പ് ഷൂട്ടർ വെടിവെക്കുന്ന സമയത്ത് ജർമ്മൻകാരി ഒരു സ്ത്രീ എടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും. മാർപ്പാപ്പയെ ഫാത്തിമനാഥ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുക. മാർപ്പാപ്പ
മാർപ്പാപ്പ വെടിയേറ്റ് വീണു. മാർപ്പാപ്പയെ കൊണ്ട് ആംബുലൻസ് ചീറിപ്പാഞ്ഞ് ഇറ്റലിയിലെ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ ടേബിളിൽ കിടത്തി ഓപ്പറേഷൻ തുടങ്ങി. ഒരു അത്ഭുതം എന്നാന്നറിയാമോ? അതായത് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ചീറിപ്പാഞ്ഞു വന്ന വെടികൊണ്ട് ആരോ വെട്ടിമാറ്റി വിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഫാത്തിമ മാതാവിന്റെ കിരീടത്തിന്റെ മുകളില് ജോൺ പോൾ മാർപ്പാപ്പയുടെ നെഞ്ചിൽ തറച്ചിരുന്ന വെടിയുണ്ട കൊണ്ട് സ്ഥാപിച്ചത്. എന്റെ മക്കള്, ഇത്രയും കൃപയുള്ള ഒരു വിശുദ്ധനായ മാർപ്പാപ്പ, അദ്ദേഹം എല്ലാ വർഷവും വാർഷിക ധ്യാനമുണ്ട്. മാർപ്പാപ്പയ്ക്കുണ്ട്, അച്ഛന്മാർക്കുണ്ട്, സിസ്റ്റർമാർക്കുണ്ട്. ഞങ്ങളെല്ലാം കൂടുന്നവരാ എല്ലാ വർഷവും വാർഷിക ധ്യാനം. ധ്യാനിപ്പിച്ച് മാത്രം നടക്കുന്നതല്ല. നിങ്ങൾ വിചാരിക്കും സിറിയക്കച്ചന് വേറെ പണിയൊന്നുമില്ലേ? ഓ, കുറെ 2 അൽമായരെ വിളിച്ചോണ്ട് 2 പേരും മീശയില്ല. ഇന്നലെ പറഞ്ഞ 2 പേർക്ക് വിദ്യാഭ്യാസവും ഇല്ല. യുവമാരെയൊക്കെ വിളിപ്പിച്ചോണ്ട് ധ്യാനിപ്പിക്കണോ? അല്ലേ അച്ഛന്മാരെ, ഇന്നസന്മാരെ, അച്ഛൻ എന്തിനായി കഷ്ടപ്പെട്ട് 4 ദിവസം ഇടവക ധ്യാനം നടത്തുന്നത്? ഇടവക ജനത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാ, ഇടവക ജനത്തിന്റെ നവീകരണത്തിന് വേണ്ടിയാ. അപ്പോൾ വാർഷിക ധ്യാനം എല്ലാ വർഷവും ഉണ്ട്. മാർപ്പാപ്പ ധ്യാനിപ്പിക്കാൻ, മാർപ്പാപ്പയെ കർദിനാളന്മാരെ ധ്യാനിപ്പിക്കാൻ ഒരു കപ്പൂച്ചൻ സഭയിൽ അച്ഛനാ വന്നത്. അങ്ങനെ ഒരു ദിവസം അച്ഛന് ധ്യാനത്തിന് തൊട്ടു മുമ്പ് കൊന്തയുമായിട്ട് വൈകിട്ട് നടക്കാൻ പോകുന്ന വഴിക്ക് മദ്യഷാപ്പിന്റെ മുകളില് ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് സെമിനാരിയിൽ ഒന്നിച്ചു പഠിച്ച വൈദികനായിരുന്ന കൂട്ടുകാരനാ. അപ്പൊ ചോദിച്ചു, അങ്ങെന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ കത്തോലിക്ക സഭയുടെ പൗരോഹിത്യം ഉപേക്ഷിച്ചു, മദ്യപാനത്തിന് അടിമപ്പെട്ടുപോയൊരു പുരോഹിതൻ. എനിക്ക് സഭ വേണ്ട, പൗരോഹിത്യം വേണ്ട എന്ന് പറഞ്ഞൊരു പുരോഹിതനെ കണ്ടപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്ന അച്ഛന്റെ നെഞ്ചു കലങ്ങി. സാധാരണ ചിരിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛൻ വളരെ സങ്കടപ്പെട്ട് വൈകുന്നേരം ഭക്ഷണത്തിരിക്കുമ്പോൾ മാർപ്പാപ്പ ചോദിച്ചു, പുഞ്ചിരിച്ചു വന്ന അച്ഛൻ എന്താ സങ്കടപ്പെട്ടിരിക്കുന്ന പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നിച്ച് സെമിനാരി പഠിച്ച് പൗരോഹിത്യം കെട്ടിയ എന്റെ കൂട്ടുകാരൻ അച്ഛൻ മദ്യപാനിയായിട്ട് സഭ വിട്ട് പൗരോഹിത്യം ഉപേക്ഷിച്ച് നിൽക്കുന്നു. മാർപ്പാപ്പ ഇത് കേട്ടൻ പറഞ്ഞു, നാളെ ഒരു കാര്യം ചെയ്യാമോ? നാളത്തെ വൈകിട്ടത്തെ ഡിന്നറിന് ആ പുരോഹിതനെ വിളിച്ചോണ്ട് വരാമോ? പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് ഈ പുരോഹിതനെ തപ്പി, സഭ വിട്ടുപോയ പുരോഹിതനെ തപ്പി നിൽക്കുമ്പോൾ ഭിക്ഷക്കാരൻ വൈകിട്ട് മദ്യപിക്കാൻ വേണ്ടി ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളെ സഭയുടെ തലവനായ മാർപ്പാപ്പയ്ക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇദ്ദേഹം പറഞ്ഞു, എന്നെയോ? മാർപ്പാപ്പ പറഞ്ഞു താങ്കളെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുക. ഇദ്ദേഹത്തെ റെഡിയാക്കി, നല്ലൊരു കോട്ടൊക്കെ മേടിച്ച് റെഡിയാക്കി വൈകുന്നേരത്തെ ഡിന്നറിന് വന്നിരിക്കുക. വളരെ പേടിച്ചാണ് ഈ സഭ വിട്ടുപോയ വൈദ്യം നിൽക്കുന്നത്. പെട്ടെന്ന് ജോൺ പോൾ മാർപ്പാപ്പ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. ആ പറഞ്ഞ കാര്യം അറിയാമോ? എന്നെ ഒന്ന് സഹായിക്കാമോ? ഓർക്കണം, സഭയുടെ തലവൻ, ഒരു രാഷ്ട്രത്തിന്റെ തലവൻ, വിശുദ്ധനായ മാർപ്പാപ്പ ഈ പാപത്തിൽ ജീവിച്ചിരിക്കുന്ന വൈദികനോട് പറയും, എന്നെ ഒന്ന് സഹായിക്കാമോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിതാവേ ഞാൻ എങ്ങനെ സഹായിക്കുന്നത്? എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കാമോ? അപ്പൊ പറഞ്ഞു, ഞാൻ സഭ വിട്ടുപോയ ആളാ, പൗരോഹിത്യം വേണ്ടെന്ന് വെച്ച ആളാ, വർഷങ്ങളായി കുർബാന ചെല്ലാറില്ല, മദ്യപാനത്തിന് അടിമപ്പെട്ടയാളാ. മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ സഭയുടെ അധികാരിയാ, ഇത് തിരിച്ചു തരാൻ എനിക്ക് പറ്റും. എന്നിട്ട് നമ്മൾ ഓർക്കണം, വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ ഈ പാപിയായ വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി കുമ്പസാരിക്കുമ്പോൾ പിങ്ങേ തലയ്ക്കൽ മദ്യപാനിയായ സഭ വിട്ടുപോയ ഈ വൈദികൻ പൊട്ടിക്കരയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അച്ഛന്റെ പുണ്യം നോക്കരുത്, അച്ഛന്റെ വിശുദ്ധി നോക്കരുത്. ദൈവമക്കളെ, കുമ്പസാരക്കൂട്ടിൽ ഈശോയാ വരുന്നത്. മരിയ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു, ഞാൻ കുമ്പസാരക്കൂടിൽ വൈദികനിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ സൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാമോ? നിങ്ങൾ ഇത്രയും നേരമായിട്ട് മൂളും മാലൊന്ന് പറ, ഇച്ചിരി സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്ക് ഒന്ന് സിസ്റ്റം നോക്കി ഒന്ന് ഓഫാണോ നോക്കി. നമ്മൾ ഇത്ര ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടോ, ഹല്ലേലൂയ ഹൗളി ചെയ്തോണ്ടിരിക്കുക, ആരും ശ്രദ്ധിക്കാനില്ല. പ്രൈസലോ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് കുമ്പസാരക്കൂടിന്റെ പ്രാധാന്യമാ. അറിയോ കുമ്പസാരക്കൂടിന്റെ പ്രാധാന്യം മനസ്സിൽ? ജോൺ മരിയ വിയാനി വൈദികയുടെ മധ്യസ്ഥന. അദ്ദേഹം ആഴ്സിൽ വെച്ച് 18 ലക്ഷത്തോളം ആത്മാക്കളെ നേടിയ മനുഷ്യനാ. കുമ്പസാരക്കൂട്ടിയ മണിക്കൂർ ഇരിക്കുമായിരുന്നു. അദ്ദേഹം കുമ്പസാരിച്ച കുമ്പസാരക്കൂട് ജനത്തിന്റെ മാനസാന്തരം കണ്ടിട്ട് നരകത്തിൽ നിന്ന് ദുഷ്ടപിശാച് നേരിട്ടിറങ്ങി അദ്ദേഹം കുമ്പസാരിപ്പിച്ച കുമ്പസാരക്കൂട് കത്തിച്ചു കളഞ്ഞു. അതിന്റെ പകുതി ഇന്നും ഇരിപ്പുണ്ട്.
ഞാനിത് ചുമ്മാ പറയണ. കത്തോലിക്ക സഭയില് ഒരു പ്രധാനപ്പെട്ട മിനിസ്ട്രിയാണ് ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രി. CCC ഇതിനകത്തുണ്ട്. 391 മുതൽ 95 വരെ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതായത് കത്തോലിക്ക സഭയിൽ ഒരു പ്രധാനപ്പെട്ട മിനിസ്ട്രിയാണ് പിശാചിനെ പുറത്താക്കുന്ന മിനിസ്ട്രി. സ്കൂളും കോളേജും BCM കോളേജും മാത്രമല്ല സഭയ്ക്കുള്ളത്. സഭയ്ക്ക് ദൈവം ആദ്യം ഏൽപ്പിച്ച, ഈശോ മിശിഹ ആദ്യം കൊടുത്ത അധികാരം ലൂക്ക 9:1 വചനം, അതായത് സകല പിശാചുക്കളുടെ മേലും അധികാരവും ശക്തിയും കൊടുത്തു. ഈശോ സഭയ്ക്ക് കൊടുത്ത ആദ്യത്തെ അധികാരം പിശാചിനെ പുറത്താക്കാൻ. ഈ അധികാരം സഭയ്ക്കുണ്ട്. ഡൊമിനിക് അച്ഛൻ ചെയ്യുന്നത് പോലെ ഈ ശുശ്രൂഷ ചെയ്യാൻ അധികാരമുണ്ട്. കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ എക്സോസിസ്റ്റ് ആണ്, ഭൂതോച്ചാടകനാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ദി ലാസ്റ്റ് എക്സോസിസം. അതിനകത്ത് 1,72,000 വ്യക്തികളിൽ നിന്ന് പിശാച് പൊസസ് ചെയ്ത ആത്മാക്കളെ വിടുവിക്കാൻ, ഇന്ന് അദ്ദേഹം മരിച്ചിട്ട് 4 വർഷമായി, അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ പോലും പിശാചിന് ഭയമുള്ള, അത്രമാത്രം കൃപയുള്ള ഒരു വൈദികനാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള കീഴിൽ നിൽക്കുന്ന വൈദികൻ. അദ്ദേഹത്തിന്റെ അനുഭവം ആ പുസ്തകത്തിനകത്തുണ്ട്. വത്തിക്കാൻ പ്രസിദ്ധീകരിച്ച ദി ലാസ്റ്റ് എക്സോസിസം പുസ്തകം. അത് ഷാലോം മലയാളത്തിൽ പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് സാധാരണ ഒരു വീട്ടിൽ ചെന്ന, ഒരു സ്ഥലത്ത് ചെന്ന് 5-10 മിനിറ്റ് സഭയുടെ ഒഫീഷ്യൽ പ്രാർത്ഥന നടത്തിയാൽ, എക്സോസിസം പ്രയർ നടത്തിയാൽ അപ്പോൾ തന്നെ പൈശാചിക്തി വിട്ടുപോകും. ഒരു വീട്ടിൽ ചെന്ന് ഒരു വ്യക്തി വർഷങ്ങളായിട്ട് പിശാച് ബാധിച്ചിരുന്ന ഒരു വ്യക്തിയെ ബന്ധിക്കാൻ വേണ്ടി അച്ഛൻ വന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ എക്സോസിസം പ്രയർ അച്ഛനും കൊച്ചച്ഛനൂടെ എത്ര നോക്കിയിട്ടും പിശാച് പോകുന്നില്ല. അവസാനം മടുത്ത്, സാധാരണ 10 മിനിറ്റ് കൊണ്ട് പോകും. 3-4 മണിക്കൂർ എടുത്ത് ഫാദർ ഗബ്രിയേൽ അമോർത്ത തളർന്നിരുന്നിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചു, അവളുള്ള പിശാചിനോട് ചോദിച്ചു, എന്തുകൊണ്ടാ എനിക്ക് എക്സോസിസം പ്രയർ, ഡെലിവറൻസ് പ്രാർത്ഥന, സഭയുടെ ഒഫീഷ്യൽ പ്രാർത്ഥന ചെയ്തിട്ട് നീ പോകാത്തെന്ന് ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ടാ പിശാച് പറഞ്ഞു വാക്കടറിയോ, നിന്റെ അകത്ത് പാപമുണ്ടടാ. ശ്രദ്ധിക്കണം, ഒരു ചെറിയ മാരക പാപമെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അവന് നമ്മുടെ മേൽ അവകാശമുണ്ട്. അത് മനസ്സിലാക്കണം. ഫാദർ ഗബ്രിയേൽ അമോർത്തയ്ക്ക് മനസ്സിലായി ഈ പിശാചിനെ പുറത്താക്കാനുള്ള പവർ ഇല്ല. അദ്ദേഹം കൂടെ വന്ന കൊച്ചച്ഛനോട് പറഞ്ഞു, എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കണം. ആ കൊച്ചച്ഛന്റെ മുമ്പിൽ ഈ വൈദികൻ എക്സോസിസം പ്രയർ നടത്തുന്ന, പിശാച് ഇത്രയും ഡെലിവറൻസ് നടത്തുന്ന ഒരു വൈദികൻ അടുത്ത കാലത്ത് സഭയിൽ ഉണ്ടായിട്ടില്ല. ഈ വൈദികൻ ആ കൊച്ചച്ഛന് മുട്ടുകുത്തി, കൊച്ചച്ഛൻ വല്യച്ഛനെടുത്ത് മുട്ടുകുത്തി കുമ്പസാരിച്ചു. പരസ്പരം കുമ്പസാരിച്ച് രാവിലെ തൊട്ട് ഉച്ച വരെ എക്സോസിസം പ്രയർ ചെയ്തിട്ട് ഇറങ്ങിപ്പോകാത്ത പിശാച് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു പറയുമ്പോൾ ഒറ്റ സെക്കൻഡ് കൂടി അഴിഞ്ഞുപോയി. അത്ര പവറുണ്ട് കുമ്പസാരം. നിങ്ങൾക്കറിയാമോ ഇതിന്റെ പവർ? കൃത്യമായി സാത്താൻ അറിയാം. പാപത്തിന്റെ കെട്ടഴിയുന്നത് കുരിശിന്റെ വഴിയല്ല. പാപത്തിന്റെ കെട്ടഴിക്കുന്നത് കരുണക്കൊന്തയല്ല. പാപത്തിന്റെ കെട്ടഴിക്കുന്നത് ജപമാലയല്ല. പാപത്തിന്റെ കെട്ടഴിക്കുന്നത് അന്തുമുനിശൂന്യാള നൊവേനയല്ല. പാപത്തിന്റെ കെട്ടഴിക്കുന്നത് ഒരു മനുഷ്യൻ എളിമപ്പെട്ട്, അതായത് മുട്ടുകുത്തി, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ ഉത്ഥാനം ചെയ്ത് ഈശോ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനു മുമ്പ് ദൈവം നിശ്വസിച്ചത് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് അവനെ നാസാന്തരത്തിലേക്ക് ഊതിയിട്ട് പറഞ്ഞു, നീ ജീവനുള്ളവനായി മാറി. രണ്ടാമത് നിശ്വസിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? സ്ലീഹന്മാര് ഭയപ്പെട്ടിരിക്കുന്നവരുടെ നടുവിലേക്ക് വന്നിട്ട് അപ്പസ്തോലന്മാർ മെത്രാന്മാരുടെ ഊതിയിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ? പെന്തക്കോസുകാർ പറയത്തില്ല അച്ഛന്മാരുടെ അടുത്തിനെ മുട്ടുകുത്തുന്നത്. സോഷ്യൽ മീഡിയക്കാർ പറയുന്നില്ലേ അച്ഛനും പാപിയ, മെത്രാനും പാപിയ, മാർപ്പാപ്പയും പാപിയ. പാപിയായ നമ്മൾ എങ്ങനെയാ പാപിയായ അച്ഛന്റെ അടുത്ത് പോകുന്നത്? എടാ പൊട്ടച്ചിറക്ക, അച്ഛന്റെ വിശുദ്ധി കൊണ്ടല്ലടാ മോനെ നിന്റെ പാപം മോചിക്കുന്നത്. അച്ഛന്റെ വിശുദ്ധി കൊണ്ടല്ല ബലിയർപ്പിക്കുന്നത്. ഏത് പുരോഹിതൻ 10 പ്രമാണം ലംഘിച്ച മാരകപാപിയ ഒരു പുരോഹിതൻ, സഭ അനുവദിക്കുന്ന ഒരു പുരോഹിതൻ കുർബാനക്കുപ്പായം അണിഞ്ഞ് അന്നാ പെസക തിരുനാളെന്ന് പറഞ്ഞാൽ ആ അച്ഛന്റെ കയ്യിലേക്ക് ഈശോ വന്നിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി കുമ്പസാരക്കൂട്ടിൽ ഇരുന്നാൽ പാപം മോചിക്കുവോ? വക്കപ്പിന്റെ ബില്ല് പാസ്സാക്കാൻ പറ്റും, പക്ഷെ പാപം മോചിക്കാൻ പറ്റില്ല. ദൈവമക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സിസ്റ്റർമാരിപ്പുണ്ട്, അൽഫോൻസാമയെ കൊണ്ട് കുമ്പസാരക്കൂട്ടിലിരുത്തിയാൽ പാപം മോചിക്കാൻ പറ്റുമോ? അൽമായിൽ ഒത്തിരി ധ്യാന ഗുരുക്കന്മാർ കേരളത്തിലുണ്ട്.
സന്തോഷ് കരിമത്ര ബ്രദറുണ്ട്, ഷെവലിയർ ബെന്നി പുന്നത്ര സാറുണ്ട്, അല്ലെ, സാബു അറുതൊട്ടി ബ്രദറുണ്ട്, ആന്റണി മുക്കാടൻ ബ്രദറുണ്ട്. ഞങ്ങൾ എല്ലാം കൂടെ പോയി കുമ്പസാരെ കൂട്ടിയിരുന്ന പാവം മോചിക്കാൻ പറ്റുമോ? പറ്റുമോ? അമ്മ ത്രസ്യ ഇരുന്ന പറ്റുമോ? മാതാവ് ഇരുന്ന പറ്റുമോ? ഇല്ല. പരിശുദ്ധ അമ്മയ്ക്ക് പാപം മോചിക്കാൻ അധികാരമില്ലാത്ത സ്ഥാനത്താണ് പാപിയും ബലഹീനനുമായ പുരോഹിതൻ. അതുകൊണ്ട് ആന്റണി ബ്രദർ പറഞ്ഞത് എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. അറിയാവോ, ഒരു പുരോഹിതൻ എത്ര കുറവുള്ള അച്ഛനാണെങ്കിലും ശരി, ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്ന പറയുമ്പോൾ അത് അച്ഛന്റെ വിശുദ്ധി കൊണ്ടല്ല, ദൈവം സഭയ്ക്ക് കൈമാറ്റം ചെയ്ത പൗരോഹിത്യമെന്ന കൃപ കൊണ്ടാണ് ഒരു വ്യക്തിയുടെ പാപം മോചിക്കുന്നത്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. വലതുകരമെടുത്ത് ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. നിങ്ങൾക്കും എനിക്കും ഇഷ്ടമുള്ളവര്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഇപ്പൊ ജീവിച്ച അച്ഛന്മാരെ ആയിരിക്കാം, അല്ലെ മെത്രാന്മാരെ ആയി, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലല്ലോ. എന്നാൽ ഇഷ്ടമുള്ള കുറച്ചു പേരുടെ പേര് ഞാൻ പറയാം. ഫാദർ ഡാമിയൻ നല്ലതാണോ? അത് ഒട്ടുമില്ല. ഫാദർ ഡാമിയനേക്കാളും പുണ്യവന്മാർ അവിടെ ഇരിക്കുന്ന എനിക്ക് മനസ്സിലായി. ഫാദർ ഡാമിയൻ മൊളോക്കോ എന്ന് പറയുന്ന ദ്വീപില്, അല്ലെ, ആർക്കും വേണ്ടാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടി സ്വയമായിട്ട് ജീവിതം സമർപ്പിച്ച മൊളോക്കോ ദ്വീപിൽ 100 കണക്കിന് കുഷ്ഠരോഗികൾ പുഴുവരിച്ചും ശരീരം വ്രണമായിട്ട് മരിച്ചു വീഴുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് കുമ്പസാരിപ്പിച്ചും സുവിശേഷം പ്രസംഗിച്ചും ബലിയർപ്പിച്ചും അന്തികുദാശ കൊടുക്കാൻ വേണ്ടി സ്വയം ഇറങ്ങി തിരിച്ച വിശുദ്ധനായ ഫാദർ ഡാമിയൻ, ബെൽജിയംകാരനാ. ഈ ഫാദർ ഡാമിയൻ ആ നാട്ടിൽ ചെന്ന് അവിടെ ശുശ്രൂഷിച്ച് 5-6 വർഷം കഴിഞ്ഞു. എല്ലാവരെയും കുമ്പസാരിപ്പിച്ചു ബലിയർപ്പിച്ചു. പക്ഷെ അച്ഛന് കുമ്പസാരമില്ല. കാരണം അച്ഛനെ കുമ്പസാരിപ്പിക്കാൻ ആളില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഭിമന്യ പിതാവിന് ഫാദർ ഡാമിയൻ ഒരു കത്തെഴുതുക, പിതാവേ, എന്നെ കുമ്പസാരിപ്പിക്കാൻ ഒരു വൈദികനെ ഇവിടെ ആരും തയ്യാറാകത്തില്ല. അങ്ങനെ എനിക്കൊരു ധീരനായ കൊച്ചച്ഛൻ പറഞ്ഞു, ഞാൻ പോയി കുമ്പസാരിപ്പിക്കാം. അങ്ങനെ മൊളോക്കോ ദ്വീപിന് അടുത്തൂടെ ഒരു യാത്രക്കപ്പൽ പോകുന്നുണ്ട് സ്ഥിരമായി. ആ യാത്രക്കപ്പൽ ഇന്ന ഡേറ്റിലാണ് പോകുന്നത്. ആ യാത്രക്കപ്പലിൽ ഞാൻ കയറും. ഫാദർ ഡാമിയൻ കപ്പലിൽ വന്ന് കയറി കുമ്പസാരിച്ചാൽ മതി. അങ്ങനെ ഡേറ്റൊക്കെ പറഞ്ഞ് ആ കപ്പലിൽ, അത് 100 കണക്കിന് യാത്രക്കാർ പോകുന്ന യാത്രക്കപ്പലിൽ അടുത്തേക്ക് ഫാദർ ഡാമിയനും കുഷ്ഠരോഗികളുമായിട്ട് വള്ളം തുളയുന്ന കുഷ്ഠരോഗികളുമായിട്ട് ഫാദർ ഡാമിയൻ അങ്ങനെ മൂവ് ചെയ്യുക. അകലെ വെച്ച് ബൈനോക്കുലർ വെച്ച് കാണുമ്പോൾ മൊളോക്കോ ദ്വീപിൽ നിന്ന് ഫാദർ ഡാമിയനും കുഷ്ഠരോഗികളും വരിക. കപ്പിത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? ക്യാപ്റ്റൻ എന്ത് ചെയ്ത തോക്കെടുത്തിട്ട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, കപ്പലിരിക്കുന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛന് അങ്ങോട്ട് പോയ അച്ഛനെ കയറ്റത്തിൽ ഫാദർ ഡാമിയൻ ഇങ്ങോട്ട് കയറിയ ഷൂട്ട് ചെയ്യും. ആകെ ധർമ്മസങ്കടത്തിലായി കുമ്പസാരിപ്പിക്കാമെന്ന അച്ഛൻ. അദ്ദേഹം കപ്പലിനടുത്തേക്ക് ബോട്ട് വെള്ളം വരുന്ന കണ്ട് ഉറക്കം വിളിച്ചു പറഞ്ഞു, ഫാദർ ഡാമിയൻ അങ്ങേക്ക് കയറാൻ അനുവാദമില്ല, കയറിക്കഴിഞ്ഞ് ഇയാളെ വെടിവെച്ച് കൊല്ലും, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, എന്ത് ചെയ്യും? ഈ സമയത്ത് ഫാദർ ഡാമിയന് കുമ്പസാരത്തിന് വില അറിയാവുന്ന ഫാദർ ഡാമിയൻ താൻ നോക്കുന്ന 5 കുഷ്ഠരോഗികളുടെ നടുവിൽ മുട്ടുകുത്തി 100 കണക്കിന് കപ്പൽ യാത്രക്കാർ കേട്ടു നിൽക്കെ കഴിഞ്ഞ 6 വർഷത്തിലുള്ള രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്തു പോയ ഓരോ ചെറിയതും വലുതുമായ എല്ലാ പാപവും പച്ചക്കേറ്റു പറയുന്ന സമയത്ത് ഇങ്ങേ തലയ്ക്ക് നിറകണ്ണുകളോടുകൂടി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഫാദർ ഡാമിയന്റെ പാപം മോചിച്ചൊരു ചരിത്രം സഭയുടെ ലിസ്റ്റിൽ കിടപ്പുണ്ട്. ഈശോയുടെ മക്കളെ, നിങ്ങള് ഏത് പ്രാർത്ഥന ചെല്ലുന്നതിനേക്കാളും വിലയുണ്ട് കുമ്പസാരത്തിന്. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നാളെ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാവരും വന്ന് കുമ്പസാരിക്കണം. എല്ലാവരും ഇന്ന് വളരെ മനോഹരമായിട്ട് ആന്റണി മുക്കാടൻ ബ്രദർ എല്ലാ പ്രമാണങ്ങളും സാധാരണ ഒരു ധ്യാനത്തിൽ പറയുന്ന പോലെ ഒരു ഇടവധ്യാനത്തിൽ ഇങ്ങനെ പറയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് കീറി മുറിച്ച് ഇത് കൂടുതൽ വചനം പറയാനില്ല, സകല പ്രമാണങ്ങളും A-Z എടുത്ത് പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത്, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിച്ചേ. കുടിച്ച് അപ്പൻ മദ്യം കൊടുത്ത് കുടിപ്പിച്ച് അങ്ങനെ കുടിച്ച് ചേട്ടന്മാര് കുടിയന്മാര്, അപ്പന്റെ അപ്പാപ്പന്മാര് കുടിയന്മാരുടെ പാരമ്പര്യത്തിൽ ജനിച്ച ഒരു മാറ്റെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അമ്മ മാത്രം കുടിക്കത്തില്ല, അമ്മ മാത്രം ഈ മക്കളെ ഓർത്ത് കരയും. അപ്പം മരിച്ചുപോയി, പെടുമരണത്തിൽ ലിവർ സിറോസ് വന്ന് മരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ ചെറുപ്പത്തിലെ കുടിച്ച് കൈ വിറയ്ക്കാൻ തുടങ്ങി.
അങ്ങനെ കുടിച്ചു കൂട്ടുകാരുടെ കുടിച്ച് കുറച്ചാൾ പൈസ പണിയെടുക്കാൻ ശേഷിയില്ലാതെ പണമില്ലാതെ ഇപ്പോ കൂട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് വൈകിട്ട് പോവുക, ചാകാൻ വേണ്ടി ചാകാന്നെ പോകുമ്പോൾ ഒരു പള്ളി തുറന്നു കിടക്കുന്ന കണ്ടു. കേറി ഒറ്റ കരച്ചില് പള്ളിയുടെ പുറകിരുന്ന്, എന്റെ ഈശോയേന്ന് പറയും ഒറ്റ കരച്ചിൽ. അപ്പൊ വികാരിച്ച് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കിടന്ന് കരയുക. അച്ഛൻ ഓടി വന്ന്, മോനെ നീ എന്തിനാടാ കരയെന്ന് ചോദിച്ചു. അച്ഛനോട് പറഞ്ഞ, അച്ഛൻ അവൻ നിഷ്കളങ്കനാ, സത്യസന്ധനാ. അവൻ പറഞ്ഞ, അച്ഛാ ഞാൻ മദ്യപാനി, എനിക്ക് കള്ള് കിട്ടുന്നില്ല, അതിനുവേണ്ടി ഞാൻ കരഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോകും. അച്ഛൻ അവനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഈശോ നിന്റെ ലഹരി മാറ്റും. അങ്ങനെ എല്ലാ ദിവസവും അവനെ പള്ളി അച്ഛൻ കൊണ്ടുവന്നു. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മദ്യത്തിന്റെ ലഹരി വിട്ടുമാറി. അവൻ പിന്നീട് നൂറുകണക്കിന് ആയിരക്കണക്കിന് മദ്യപാനികൾ രക്ഷിച്ച് ഇന്ന് കത്തോലിക്ക സഭയില് മദ്യപാനികളുടെ മധ്യസ്ഥനാണ് അയർലൻഡുകാരനായ അൽമായ വിശുദ്ധൻ, വിശുദ്ധ മാൽ ടാൽബോത്ത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെന്ന് പറയാമോ? 18-ാമത്തെ വയസ്സിൽ ഇരട്ടി പ്രായമുള്ള സ്ത്രീക്ക് വ്യഭിചാരത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്ത ആളാണ് അഗസ്റ്റിനോസ്. ഒരമ്മ എല്ലാ ദിവസവും പള്ളി വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ് മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പോകും. എല്ലാ ദിവസവും വൈകുന്നേരം ഖ്യാദർ എന്ന് പറഞ്ഞ ഒരു വേശ്യാസ്ത്രീയുടെ അടുത്ത് പോയി താമസിക്കുന്നവൻ, വഴിപെട്ടു പോയ മകൻ, മദ്യപാനിയായ മകൻ, ആ മകന് വേണ്ടി ഒരമ്മ വർഷങ്ങളോളം കരഞ്ഞു. അതിന്റെ ഫലമായി അഗസ്റ്റിനോസ് മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ട് ഇന്ന് സഭയിലെ ഒരു വിശുദ്ധനും വേദപാരംഗതനുമാണ് സെന്റ് അഗസ്റ്റിൻ. നിങ്ങൾ ഓർക്കുക, 22-ാമത്തെ വയസ്സിൽ മാടമ്പിയാകാൻ വേണ്ടി കുതിരപ്പുറത്ത് യുദ്ധത്തിന് പോയ ആളാണ് അസീസിലെ ഫ്രാൻസിസ്. മാനസാന്തരപ്പെട്ട് സെക്കൻഡ് ക്രിസ്തു എന്നറിയപ്പെടും. 26-ാമത്തെ വയസ്സിൽ, അതായത് കോളേജിൽ പഠിക്കാൻ ഉന്നത പഠനത്തിന് പോയ ഒരു ചെറുപ്പക്കാരനടുത്ത് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ വൈദിക വിദ്യാർത്ഥി, മോനെ ഫ്രാൻസിസെ മത്തായി 16:26 ലോകം മുഴുവൻ മേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട നിനക്ക് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ് പിന്നീട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം സുവിശേഷ ഭാരതത്തിൽ വന്ന് 1.25 ലക്ഷം പേരെ മാമോദീസ പൊക്കി. ഓൾഡ് ഗോവയില് ഇന്ന് ആ ബോം ജീസസ് ദേവാലയത്തിൽ 400-ലധികം വർഷമായി ശരീരം അഴുകാതിരിക്കുന്ന ഫ്രാൻസിസ് സേവ്യർ ലോകത്ത് ജീവിച്ച മനുഷ്യനാ. 18 വർഷക്കാലം ശരീരം വിറ്റു നടന്ന ഈജിപ്തിലെ മറിയം പിന്നീട് മാനസാന്തരപ്പെട്ട് ഇന്ന് സഭയിലെ വിശുദ്ധയാ. 5 പേരെ കൊലപ്പെടുത്തിയ കൊളംബസ് മാനസാന്തരപ്പെട്ട് വിശുദ്ധ കൊളംബസായി മാറി. ഈശോടെ പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും പാപികളാ. ആ പാപികളെ തേടി ദൈവം തമ്പുരാൻ കരുണയായിട്ടിരിക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത്ഭുത പ്രവർത്തകരായ, കരഞ്ഞാൽ കണ്ണുനീരൊപ്പുന്ന പാതുവായിലെ വിശുദ്ധ അന്തോനീസ് ഒരിക്കല് കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ആ നാട്ടിലൊരു ഭാവിയായ മനുഷ്യൻ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കാൻ ഏറ്റു പറയുമ്പോൾ വരാൻ വരുമ്പോൾ അയാൾക്ക് നാണക്കേട് കാരണം പറയാൻ പറ്റുന്നില്ല. അത് കുറെ നേരം അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കുക, അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അച്ഛന് മനസ്സിലായി, അന്തോനീസിനാണ് മനസ്സിലായി ഇയാൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. അന്തോനീസിനാണ് ഒരു പെൻസിലെടുത്ത് ഒരു പേപ്പറും കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾ ചെയ്ത ഭാവം ഒന്ന് എഴുതിക്കൊണ്ട് കുർബാനയുടെ പോയി. അങ്ങനെ എഴുതിക്കൊണ്ട് ഓരോ ഭാവം അദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇത് നിവൃത്തി തന്റെ ഭാവം ഏറ്റു പറയുമ്പോൾ ഇദ്ദേഹം കാണുന്നൊരു കാഴ്ച, അന്തോനീസിനാൻ കാഴ്ച, ഓരോ ഭാവവും ഏറ്റു പറയുമ്പോൾ ഈശോയുടെ രക്തം 1 യോഹന്നാൻ 1:7 രക്തം കൊണ്ട് ഓരോ പാപവും ഈശോ മായിച്ചു കളയുക. ദൈവമക്കളെ ഇത്രമാത്രം പാവം മോചിക്കുന്ന ഒരു കൂദാശ വേറെ ഇല്ല. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഇന്ന് ഞങ്ങളൊക്കെ രാവിലെ പ്രഭാതത്തിൽ ബലിക്ക് പോയത്, 2 ബലിക്ക് പോയത് കൊണ്ടാണ് വൈകുന്നേരത്തെ ബലിക്ക് പങ്കെടുക്കാത്തത്. ഞങ്ങൾ രാവിലെ പോയി, ഞങ്ങളൊക്കെ രാവിലെ കുർബാനയ്ക്ക് പോകുന്നത് നിർബന്ധം.